ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വെള്ളാഞ്ചേരിയിൽ ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചാലക്കുടി ശാസ്താംകുന്ന് സ്വദേശിയായ ശരത് വിഷ്ണുവാണ് പിടിയിലായത്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. വയലൂർ പുഴമ്പള്ളം 12 കിലോമീറ്റർ ഭാഗത്തെ പൈപ്പിലുണ്ടായിരുന്ന പാചകവാതകം KSPP ലിമിറ്റഡിന്റെ കൊച്ചി ഉദയംപേരൂരിലെയും പാലക്കാട് കഞ്ചിക്കോട്ടെയും പ്ലാന്റുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച വൈകിട്ടോടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. വയലൂർ പുഴമ്പള്ളം 12 കിലോമീറ്റർ ഭാഗത്തെ പൈപ്പിലുണ്ടായിരുന്ന പാചകവാതകം KSPP ലിമിറ്റഡിൻ്റെ കൊച്ചി ഉദയംപേരൂരിലെയും പാലക്കാട് കഞ്ചിക്കോട്ടെയും പ്ലാന്റുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വെള്ളമുയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്താണ് ഗ്യാസ് തള്ളി നീക്കിയത്. നേരത്തെ മരത്താക്കര പുഴമ്പളത്തു നിന്ന് പാലക്കാട്ടേക്ക് പമ്പ് ചെയ്തു നീക്കാനുള്ള ശ്രമം കുതിരാൻ ഭാഗത്തെ ഉയരക്കൂടുതൽ മൂലം പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് പൈപ്പ് ലൈനിലെ ഗ്യാസ് ഉദയംപേരൂരിലെ പ്ലാന്റിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. 12 കിലോമീറ്റർ ഭാഗത്തെ ഗ്യാസ് നീക്കം ചെയ്തു കഴിഞ്ഞതിനാൽ പൈപ്പിലെ ചോർച്ച അടയ്ക്കുകയാണ് അടുത്ത നടപടി. ഇതിനായി 8 മീറ്റർ താഴ്ചയിൽ മണ്ണ് നീക്കിയ ശേഷം വേണം പൈപ്പിലടിഞ്ഞിരിക്കുന്ന ഡ്രില്ലിൻ്റെ ഭാഗം നീക്കം ചെയ്യാൻ. ഞായറാഴ്ച വൈകിട്ടോടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. KSPPL കമ്പനിയുടെ നെല്ലായി വയലൂരിലെ വാൽവിലൂടെ ഗ്യാസ് തള്ളി നീക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ പൂർത്തിയാക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മരത്താങ്കര പുഴമ്പളത്തെ വാൽവ് വഴി വെള്ളം പാലക്കാട് ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ മണ്ണ് പരിശോധനയ്ക്കിടെ ബുധനാഴ്ച രാവിലെയാണ് പൈപ്പ് മാറി തുളച്ച് KSPPL പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളോടെ മണ്ണിൽ 8 മീറ്ററോളം താഴെ സ്ഥാപിച്ച പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ സംഭവം രാജ്യത്ത് തന്നെ ആദ്യമാണെന്ന് KSPPL അധികൃതർ പറയുന്നു. മടവാക്കരയിൽ ചോർച്ച കണ്ടെത്തിയ സ്ഥലത്ത് പുതുക്കാട് അഗ്നിരക്ഷാസേനയും KSPPL അധികൃതരും ജാഗ്രത തുടരുകയാണ്. മീഡിയ ടൈം, പുതുക്കാട്. വെള്ളാഞ്ചേരിയിൽ ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പങ്കാളിയായ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. ചാലക്കുടി ശാസ്താംകുന്ന് സ്വദേശിയായ ശരത് വിഷ്ണുവാണ് പിടിയിലായത്. ലിവിംഗ് ടുഗദർ പങ്കാളിയായ യുവതിയെ കൊലപ്പെടുത്താനായിരുന്നു പ്രതി ശ്രമിച്ചത്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർ വെള്ളാഞ്ചേരിയിലുള്ള വാടക വീട്ടിൽ ഒരുമിച്ചായിരുന്നു താമസം. ഈ മാസം 20-ന് രാത്രി 10 മണിയോടെ പ്രതി യുവതിയുടെ ശരീരത്തിൽ മദ്യമൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിൽ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റു. യുവതിയോടുള്ള സംശയമാണ് ശരത്തിനെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് സംശയിക്കുന്നത്. യുവതിക്ക് നേരെ മുൻപും ഇയാൾ ശാരീരികമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. റെഡ് ചില്ലീസ് എന്ന പേരിൽ ശരത്ത് ചാലക്കുടി സൗത്തിൽ സ്പാ നടത്തി വരികയായിരുന്നു. ഈ സ്പായിൽ മുൻ ജീവനക്കാരിയായിരുന്നു യുവതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ഒപ്പം താമസിപ്പിക്കുകയായിരുന്നു ഇയാൾ. പ്രതിയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ യുവതിയെ കൊല്ലുമെന്നും സ്വകാര്യ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. മീഡിയ ടൈം, ആളൂർ. ഹോളി ഗ്രേസ് മാള മാരത്തോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരനും മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണനും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ മാരത്തോണിന്റെ മുഖ്യ പ്രയോജകരായ മാള പാറക്കാട്ട് കൺവെൻഷൻ സെന്ററിൽ നിന്നാണ് മാരത്തോൺ ആരംഭിച്ചത്. ഓടാം നമുക്ക് നന്മ നിറഞ്ഞൊരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഇനങ്ങളിൽ 14 കാറ്റഗറികളിലായി 2000-ൽ-അധികം പേരാണ് മാരത്തോണിൽ പങ്കെടുത്തത്. ഓടാം നമുക്ക് നന്മ നിറഞ്ഞൊരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഈ മാരത്തോണിലെ വിജയികൾക്ക് 2 ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകിയത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി അനീഷ് വർഗീസ്, അഗ്രോ റീച്ച് CEO ശ്യാം സുകുമാർ, ജയഭാരത് ഫാർമസി മാനേജിംഗ് ഡയറക്ടർ അമൃത് T വിജയൻ, ക്രൈസ്റ്റ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ റവറർ ഫാദർ വിൽസൺ തറയിൽ, പ്രമുഖ മാരത്തോൺ റിവേഴ്സ് റണ്ണർ C അശോക് പാണ്ഡ്യൻ, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി അയ്യപ്പൻ പിള്ള, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഔസേപ്പച്ചൻ തുടങ്ങി നിരവധി പ്രമുഖർ മാരത്തോണിൽ പങ്കെടുത്തു. 10 കിലോമീറ്റർ ജനറൽ പുരുഷ വിഭാഗത്തിൽ മഹേഷ് കുമാർ P യും വനിതാ വിഭാഗത്തിൽ രജിത V യും 1-ാം സ്ഥാനം കരസ്ഥമാക്കി.
36-50 പുരുഷ വിഭാഗത്തിൽ നാഗേഷ് പവാറും വനിതാ വിഭാഗത്തിൽ ആശ ടിപിയും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 5 കിലോമീറ്റർ പുരുഷ വിഭാഗത്തിൽ സിദി നെസ് 2-ാം സ്ഥാനവും വനിതാ വിഭാഗത്തിൽ ജിൻസി ജി 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. നിരവധി വ്യവസായ സ്ഥാപനങ്ങളിലെ പങ്കാളിത്തത്തോടെ നടന്ന ഈ മാരത്തോണിൽ സമാഹരിച്ച തുക 25 കിഡ്നി രോഗികളെ സഹായിക്കാനും ഉപയോഗപ്പെടുത്തും. സമാപന സമ്മേളനം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ഹോളി ഗ്രേസ് ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, ഫിനാൻസ് ഡയറക്ടർ CV ജോസ്, MBA കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ, പോളിടെക്നിക് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയേക്കൽ, ഫാർമസി കോളേജ് സെക്രട്ടറി ബെന്നി കളപ്പുരയ്ക്കൽ, ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാധ, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ MG ശശികുമാർ തുടങ്ങിയവർ വിജയികൾക്ക് സമ്മാനങ്ങളും ക്യാഷ് അവാർഡും നൽകി. മീഡിയ ടൈം മാള. ദാരിക നിഗ്രഹം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരുമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് അവസാനമായി. ഇതോടെയാണ് മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായത്. മീനത്തിലെ ഭരണിനാളായ ഞായറാഴ്ച ശ്രീകുരുമ്പക്കാവിൽ പുലർച്ചെ കിഴക്കേമടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലയ്ക്കവേരൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരിയ സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ രാവിലെ 9 മണിയോടെ പട്ടാരിയ സമുദായം വെന്നിക്കൊടി ഉയർത്തി. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണിയാഘോഷ ചടങ്ങുകൾക്ക് സമാപ്തിയായി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ് സോഷ്യലിസത്തിൽ ജനാധിപത്യത്തെ അസാധ്യമാക്കി തീർത്തതെന്നും അതാണ് സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും പ്രമുഖ സാമൂഹ്യ ചിന്തകൻ K. വേണു അഭിപ്രായപ്പെട്ടു. ഇന്ന് ലോകത്തെ നയിക്കുന്നത് ടെക്നോക്രാറ്റുകളാണ്. ടെക്നോക്രാസി ജനാധിപത്യത്തിന് ഭീഷണിയാണ്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഇടിമുഴങ്ങിയത് ആർക്കു വേണ്ടി ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനത്തിന് ശേഷം പ്രേക്ഷകരുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K. വേണുവിനെ പറ്റിയുള്ള ഡോക്യുമെന്ററിയുടെ സംവിധായകൻ MG ശശിയും മുഖാമുഖത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് US അജയ് കുമാർ അധ്യക്ഷനായി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, ട്രഷറർ C. മുകുന്ദൻ, ജോണി പനംകുളം, KV അനിൽകുമാർ, CS ഗോപാലൻ, ഫാദർ ജോൺ കവലക്കാട്ട്, P. സതീശൻ, ജോയ് ജോസഫ്, KJ റാഫി, MA ബാബു, KS അശോകൻ, അനീഷ് ഹാറൂൺ റഷീദ്, സുബമണി തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് മാളയും കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി മാളാവടമയിൽ പടിഞ്ഞാറ്റുപറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നടത്തി. ഒരു വലിയ ഭാഗമായി കഴിഞ്ഞ റോട്ടറി ക്ലബിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റോട്ടറിയുടെ ഈ തവണത്തെ പ്രൊജക്റ്റിലെ ഏറ്റവും ആദ്യത്തെ ഹാർമണി എന്ന മൊത്തം പ്രൊജക്റ്റിലെ ഏറ്റവും ആദ്യത്തെ ആണ് ഹോം ഫോർ ഹോംലെസ്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്ന വലിയ ഒരു ദൗത്യം. റോട്ടറി ക്ലബ്ബ് മാള പ്രസിഡന്റ് അലോഷ്യസ് സ്റ്റീഫൻ അധ്യക്ഷനായ ചടങ്ങിൽ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡേവിസ് കോനുപറമ്പിൽ താക്കോൽ കൈമാറി. GGR തമ്പി വർഗീസ്, ബാബു ചെല്ലക്കുടം, മോഹനൻ KM, സെബാസ്റ്റ്യൻ UC തുടങ്ങിയവർ സംസാരിച്ചു. സാധു കുടുംബങ്ങൾക്ക് വേണ്ടി വിവിധ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് റോട്ടറി ക്ലബ്ബ് മാള ഈ റോട്ടറി വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 20 വീടുകളിൽ പണി തീർത്ത് കൈമാറിയ ആദ്യത്തെ ഭവനമാണ് ഇത്. അഴീക്കോട് മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ എല്ലാ വർഷവും നടത്തുന്ന തീർത്ഥാടന പദയാത്രയ്ക്ക് കരൂപ്പടന പള്ളിനടയിൽ വെള്ളാങ്കല്ലൂർ മഹൽ ജുമാ മസ്ജിദ് കമ്മിറ്റി സ്വീകരണം നൽകി. രാവിലെ പ്രഭാത ഭക്ഷണത്തിനും വിശ്രമിക്കാനും പള്ളിയോട് ചേർന്നുള്ള മദ്രസ ഹാളും മറ്റ് സൗകര്യങ്ങളും വിട്ടു നൽകി. മഹൽ പ്രസിഡന്റ് അബ്ദുൽ ഗഫാർ, സെക്രട്ടറി CJ അബിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അയൂബ് കരൂപ്പടന, അബൂബക്കർ ചുണ്ടേക്കാട്ട്, അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുർഭരണത്തിന് അറുതി വരുത്തി UDF നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജക മണ്ഡല UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KL ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോൾ, മുൻ MLA
MK പോൾസൺ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, K ഗോപാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി KM ബാബുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. പുതുക്കാട് ചെങ്ങാലൂരിലെ സജീവ CPM പ്രവർത്തകനും ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന സജിത്ത് കോമത്തുകാട്ടിൽ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പുതുക്കാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചു. വർഷങ്ങളായി CPMൽ സജീവമായിരുന്ന സജിത്തിന്റെ കടന്നുവരവ് മേഖലയിൽ UDFന് കരുത്തേകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ബെന്നി ബെഹനൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം. സ്വാതന്ത്ര്യം ലഭിച്ച് 8.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ദളിത് വിഭാഗം ഇപ്പോഴും അന്തസ്ഥിതരായി തുടരുന്നത് പരിശോധിക്കേണ്ടതാണെന്ന് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ പറഞ്ഞു. ഭാരതീയ ദളിത് കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിൽ മുന്നോക്ക വിഭാഗത്തിന് 10% സംവരണം നൽകിയ ഇടതുപക്ഷ സർക്കാർ പട്ടികജാതി വിഭാഗത്തിന് 8% മാത്രമാണ് സംവരണം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസർ മുഖ്യാതിഥിയായിരുന്നു. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PK ഷംസുദ്ദീൻ, PH മഹേഷ്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കനക ശങ്കരൻ, PS ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊഴൂർ തിരുമുക്കളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാളിന് ഭക്തി നിർഭരമായ സമാപനം. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ റോമൻ കണിയാമ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൽസൺ തറയിൽ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വെള്ളാഞ്ചേരിയിൽ ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചാലക്കുടി ശാസ്താംകുന്ന് സ്വദേശിയായ ശരത് വിഷ്ണുവാണ് പിടിയിലായത്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.